പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു പോകുന്നത് ഭീരുത്വമാണെന്ന് റോയ്ക്ക് തോന്നി. അതുകൊണ്ട് ഒരു ബിയറിനു കൂടി അദ്ദേഹം ഓർഡർ ചെയ്തു. തന്റെ എതിരെ ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുന്ന ഇവരെല്ലാം തനിക്ക് പരലോകത്തേക്കുള്ള പാസ്പോർട്ട് ശരിയാക്കി തരാനുള്ള പുറപ്പാടിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്തായാലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പായി ഈ ഭീകരന്മാരുടെ ഫോട്ടോ കൂടി തന്റെ ക്യാമറയ്ക്കുള്ളിലാക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വീണ്ടും ഒരു സിഗരറ്റ് കൂടി കത്തിച്ചാലേ തന്റെ ഉദ്ദേശം നടക്കുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഫാനിന്റെ കാറ്റത്ത് ലൈറ്ററിന്റെ നാളം അണയാതിരിക്കാനെന്നുള്ള ഭാവത്തിൽ മറച്ചു പിടിച്ചിരുന്ന ഇടതു കൈയുടെ വിരലുകൾക്കിടയിലൂടെ റോയി അവരഞ്ചു പേരെയും ഒന്ന് ഓടിച്ചു നോക്കി. അവർ പരസ്പരം കണ്ണിറുക്കുന്നത് അദ്ദേഹം വ്യക്തമായി കണ്ടു. ബിയറുമായി വന്ന വെയിറ്ററുടെ കയ്യിൽ മറ്റു 4 പേർക്കും വേണ്ടിയുള്ള സ്കോച്ച് വിസ്കിയുടെ കുപ്പിയുണ്ടായിരുന്നു. ക്ഷമിക്കണം, ആ ലൈറ്റർ ഒരിക്കൽ കൂടി തന്നാൽ ഉപകാരമായിരുന്നു. അവൾ അല്പം മദ്യം നുണഞ്ഞിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു. ബേറർ വന്നപ്പോൾ തീപ്പെട്ടി കൊണ്ടുവരാൻ പറയാൻ വിട്ടുപോയി. ഒരുപക്ഷെ എന്റെ ഈ ചോദ്യം താങ്കൾക്കൊരു ശല്യമായി തോന്നുന്നുണ്ടാവാം. ഹേയ്, അങ്ങനെയൊന്നുമില്ല. കൃത്രിമമായ ചിരി വരുത്തിക്കൊണ്ട് റോയി പറഞ്ഞു. ഇത്ര നിസ്സാര കാര്യങ്ങളൊന്നും എനിക്ക് ശല്യമായി തോന്നാറില്ല. പ്രത്യേകിച്ചും നിങ്ങളെപ്പോലെ സുന്ദരിയായ ഒരു യുവതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമായിട്ടാണ് എന്നെപ്പോലുള്ളവർ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും പരിഹാസത്തിന്റെ കൂരമ്പുകൾ നിറഞ്ഞതാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. അത് പറഞ്ഞെങ്കിലും അദ്ദേഹം ലൈറ്റർ അവളുടെ കയ്യിലേക്ക് കൊടുത്തില്ല. ഇപ്രാവശ്യത്തെ ലൈറ്റർ ചോദ്യം അത് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണെന്ന് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് തോന്നി. റോയുടെ പുകഴ്ത്തൽ കേട്ടപ്പോൾ അവൾ ഒളികണ്ണിട്ട് അടുത്തിരിക്കുന്ന ഭീകരന്മാരെ നോക്കുന്നത് അദ്ദേഹം കണ്ടു. ഞാൻ അത്രമാത്രം സുന്ദരിയൊന്നുമല്ലല്ലോ. എന്തുമാട്ടെ, ആ ലൈറ്റർ ഒന്ന് തരൂ പ്ലീസ്. പ്ലീസ് വെയിറ്റ്. ഇത്രയുമായ സ്ഥിതിക്ക് ഭൗതിയുടെ പേരുകൂടി അറിയാൻ ആഗ്രഹമുണ്ട്. നല്ലത്. അവൾ വീണ്ടും വിശ്വവശ്യമായി മന്ദഹസിച്ചു. എന്റെ പേര് നിതാര. ഹൈക്കോടതി ജസ്റ്റിസ് ദിവാകരന്റെ മകളാണ് ഞാൻ. ഇപ്പോൾ BLന് പഠിക്കുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു പ്രത്യേക ചിരി പാസാക്കിക്കൊണ്ട് റോയ് തുടർന്നു. എന്റെ പേര് രാജൻ ബാബു. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്നു. അവൾ അതിന് ഉത്തരമൊന്നും പറയാതെ ലൈറ്ററിന് വേണ്ടി കൈനീട്ടി. അവൾ പറഞ്ഞതൊന്നും വിശ്വസനീയമല്ലെന്ന നിഗമനത്തോടെ അദ്ദേഹം ലൈറ്റർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. താങ്കൾക്ക് പല പേരുകളുണ്ടല്ലേ? ഒരു എക്സ്പ്രസ് ബ്രാൻഡിന് തീ കൊടുത്തിട്ട് അവൾ ചോദിച്ചു. മിസ് നിതാര പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവൾ തന്നെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് റോയി നിസ്സംഗത ഭാവിച്ചു. പല പേരുകളിലും അവസരത്തിനൊത്ത് നിങ്ങൾ അറിയപ്പെടാറുണ്ടെന്നും എനിക്കറിയാം. എങ്കിലും താങ്കളെ പോലൊരാൾ വെറും ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആകണ്ടായിരുന്നു. അവൾ കിലുകിലെ ചിരിച്ചു. അത് മിസ് നിതാരെ പോലെ തന്നെ. റോയി തിരിച്ചടിച്ചു. ഹൈക്കോടതി ജസ്റ്റിസിന്റെ മകൾക്ക് ഇതുപോലുള്ള തൊഴിൽ പറ്റിയതല്ല. പ്രത്യേകിച്ചും BLന് പഠിക്കുന്ന ഒരു യുവതി ബോഡി ഗാർഡോടുകൂടി നടക്കുന്നത് കഷ്ടമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഞാൻ നിതാരയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ ചിരി മങ്ങി. തന്റെ അടുത്തിരിക്കുന്നവരെ അവൾ മാറി മാറി നോക്കി. ഒരാൾ കൊമ്പൻമീശയിൽ വിരലോടിക്കുകയും മറ്റൊരാൾ ചാർമിനാർ സിഗരറ്റിന്റെ പുക ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇനിയും 2 പേർ സ്കോച്ച് വിസ്കി നുണയുകയാണ്. റോയും അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മിഴികൾ ആ ഹാളിൽ പരതി നടന്നു. പകലിലും ഇരുൾ ആവശ്യമുള്ള ആ ബാറിന്റെ വാതിലുകളും ജനലുകളും ചുവന്ന ഷാൾ കൊണ്ട് മറച്ചിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ ഹാളിൽ തങ്ങളെ കൂടാതെ ഒരു യുവാവും യുവതിയും മാത്രമേ ഇരിപ്പുള്ളെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഏതോ കപ്പിൾ മധുവിനായി വന്നതാവാം. അല്ലെങ്കിൽ അല്പനിമിഷങ്ങളിലെ സുഖം തേടിയെത്തിയ കാമുകന്മാരാവാം. മിസ് നിതാര, ലൈറ്റർ ഇങ്ങു തന്നേക്കൂ. പകരം മറ്റൊന്നായാലും മതിയല്ലോ. അവൾ അതടുത്തിരുന്ന തടിയന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് തുടർന്നു. ഈ ലൈറ്റർ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന് ഉപയോഗിക്കാൻ പറ്റിയതല്ല. ഇതൊക്കെ വല്ല ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ. എനിക്കിതിനെന്തെങ്കിലും ഉപയോഗമുണ്ടായെന്ന് വരും. ഓഹോ, അപ്പോൾ ഉപയുക്തമാണെന്ന് തോന്നുന്നതെല്ലാം നിങ്ങൾ കസ്റ്റഡിയിലാക്കുമല്ലേ? രോഷം കൊണ്ട് റോയി പല്ലുകൾ കൂട്ടിക്കടിച്ചു. അദ്ദേഹം തുടർന്നു. പക്ഷേ ആരെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ കൊടുക്കാറില്ല. എനിക്കു കൂടി തോന്നണം. അതുകൊണ്ട് തൽക്കാലം ആ ലൈറ്ററിങ് തന്നേക്കൂ. വെറുതെ ചൂടാകാതട മനുഷ്യ.
അത്രയും നേരം നിശബ്ദരായിരുന്ന തടിയന്മാരിൽ ഒരുവൻ പറഞ്ഞു, ലൈറ്റർ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ഇതിനുള്ളിലിരിക്കുന്ന ഫിലിം ഞങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കട്ടെ. ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ഉപയോഗം ഞങ്ങൾക്കാണ് അതുകൊണ്ടുണ്ടാവുക. താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും ഇവർ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് ബോധ്യമായതോടെ ആ ലൈറ്റർ എത്രയും വേഗം വീണ്ടെടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കരുത്തന്മാരായ 4 പുരുഷന്മാരും ഒരു സ്ത്രീയും. റോയി കണക്കുകൂട്ടി. ശക്തന്മാർ മാത്രമല്ല, അവർ സായുധരുമായിരിക്കും. ഏറ്റുമുട്ടി പരാജയപ്പെട്ടാൽ തന്റെ ശവം പോലും ഇവർ ലോകത്തെ കാണിക്കുകയില്ല. കൂടുതൽ സമയം ചിന്തിച്ചിരുന്നാൽ താൻ ഇത്രയും സമയം മെനക്കെട്ടത് വെറുതെയാകും. പിന്നെ ആലോചിച്ച് സമയം കളഞ്ഞില്ല. ലൈറ്റർ കയ്യിൽ വെച്ചിരുന്നവന്റെ മുഖമടച്ച് ഗ്ലാസിൽ പതഞ്ഞു പൊങ്ങിയിരുന്ന ബിയർ ചെന്ന് പതിച്ചു. അങ്ങനെ ഒരു ആക്രമണം അവരിൽ ആരും പ്രതീക്ഷിച്ചില്ല. സൺമേക്കിട്ട മേശയ്ക്ക് മുകളിലൂടെ മറ്റു 3 പേരും റോയുടെ നേർക്ക് കുതിച്ചു. അതേ നിമിഷത്തിൽ നിതാരയുടെ റിവോൾവർ റോയുടെ നേർക്ക് തിരിഞ്ഞു. സൈലൻസർ ഘടിപ്പിച്ചതായതുകൊണ്ട് വെടിശബ്ദം ആരും കേട്ടില്ല. പക്ഷേ അവൾ കാഞ്ചിയിൽ വിരലമർത്തുന്ന സെക്കൻഡിന്റെ ഒരു 10-1 മുമ്പ് റോയി മേശയ്ക്കടിയിലേക്ക് കുനിഞ്ഞു. അദ്ദേഹത്തിന്റെ നേർക്ക് കുതിച്ചവരിൽ ഒരുത്തൻ ഒരു ദീനരോധനത്തോടെ പിടഞ്ഞു വീണു. സഹപ്രവർത്തകന് വെടിയേറ്റപ്പോൾ നിതാരയുടെ മനസ്സിന് പെട്ടെന്നൊരാഘാതമേറ്റു. വീണ്ടും ഒരിക്കൽ കൂടി നിറയൊഴിക്കുന്നതിനു മുമ്പേ മേശയ്ക്കടിയിലൂടെ റോയി അവളുടെ കാലിൽ പിടികൂടി. ഒറ്റ പ്രാവശ്യമേ തിരിക്കേണ്ടി വന്നുള്ളൂ. അവൾ മലർന്നടിച്ച് തറയിൽ വീണു. അപ്പോൾ തന്നെ അദ്ദേഹം ലൈറ്റർ കൈവശപ്പെടുത്തിയിരുന്നവന്റെ കാലുകളിൽ പിടിച്ചു. 2 കൈകൊണ്ടും മുഖം പൊത്തിയിരുന്ന അവന് ബലം പ്രയോഗിക്കാൻ കഴിയുന്നതിനു മുമ്പ് റോയി അവനെ തറ പറ്റിച്ചു. അവൻ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ലൈറ്റർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹം കൈക്കലാക്കി. മേശയുടെ കീഴിൽ നിന്നും റോയി എഴുന്നേറ്റതും ഒരുത്തൻ വർദ്ധിച്ച രോഷത്തോടെ ഒരു പ്രത്യേക തരം ബെൽറ്റ് അരയിൽ നിന്നും അഴിച്ചെടുത്ത് വീശിക്കൊണ്ട് അടുത്തതും ഒന്നിച്ചായിരുന്നു. ഒരു പ്രാവശ്യം അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയ അദ്ദേഹം മേശപ്പുറത്തിരുന്ന വിസ്കി കുപ്പി എതിരാളിയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് അവന്റെ തലയിൽ തന്നെ കൊണ്ട് തെറിച്ചുപോയി. അതോടെ ബെൽറ്റും തെറിച്ചു. വായുവിൽ ഉയർന്നു താണ ബെൽറ്റ് ഒറ്റച്ചാട്ടത്തിന് റോയി കൈക്കലാക്കി. ഏതാനും മിനിറ്റ് സമയത്തേക്ക് ഒരു കളരിപ്പയറ്റിന്റെ പ്രതീതിയായിരുന്നു അവിടെ. ടീപ്പോയികളും ഫ്ലവർ ബേസിനുകളും തെറിച്ച് വീണുടഞ്ഞു. അവിടെവിടെ അലങ്കാരത്തിന് വെച്ചിരുന്ന ദാരുശില്പങ്ങൾ ജനാലുകളും മറ്റും തകർത്ത് പുറത്തേക്ക് പാഞ്ഞു. ഹാളിന്റെ മൂലയിലിരുന്ന ദമ്പതികൾ ഏറ്റുമുട്ടലിന്റെ ആരംഭത്തിൽ തന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവർ താഴെ എത്തി മാനേജരെ വിവരം ധരിപ്പിച്ചു. മാനേജർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് ഹോട്ടൽ മുറി പടയൊഴിഞ്ഞ യുദ്ധക്കളം പോലെയായി. അപ്രതീക്ഷിതമായി കുടിക്കാനായി ആ ഹാളിലേക്ക് വന്നവരെല്ലാം അന്തം വിട്ടു നിന്നുപോയി. 4 ഭീകരന്മാരോട് ഒറ്റയ്ക്കൊരു യുവാവ് പൊരുതുന്ന കാഴ്ച ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന പ്രതീതിയോടെ അവർ നോക്കി നിന്നു. അങ്ങോട്ടടുക്കാനോ എന്തെങ്കിലും ഒരു സമാധാനം പറയാനോ ആർക്കും ധൈര്യമുണ്ടായില്ല. ആ മുഷ്കരന്മാരിൽ ഒരുത്തനും രക്ഷപ്പെട്ടു പോകരുതെന്ന് റോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചലനം മിന്നൽ പിണറിനേക്കാൾ വേഗതയിലായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ പത്മരാജും പാർട്ടിയും സ്ഥലത്തെത്തിയപ്പോൾ റോയി അവസാനത്തെ ഭീകരനെ കീഴടക്കുകയായിരുന്നു. CI അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തരെയായി വിലങ്ങണിയിച്ചു. എന്നാൽ ഒരു സത്യം റോയിയെ ഞെട്ടിച്ചു. തോക്ക് തട്ടിത്തെറിപ്പിച്ച ശേഷം നിതാരയെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അവർ മേശയ്ക്കടിയിൽ തന്നെ ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അഥവാ അവളെ ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയതേയില്ല. 4 ഭീകരന്മാരോട് ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടു നിന്ന റോയിയുടെ കണ്ണു വെട്ടിച്ച് ഏത് വഴിയിലൂടെയോ അവൾ അപ്രത്യക്ഷയായി. ഇവരെ 4 പേരെയും നിയന്ത്രിച്ചിരുന്ന അവളെ നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിന് അതിയായ ദുഃഖം തോന്നി. ആ 4 പേരെയും ലോക്കപ്പിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് പുറത്തിറങ്ങി. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ റോബർട്ട് ഇതിനോടകം ഫോണിൽ വിളിച്ചിരിക്കുമെന്ന് അദ്ദേഹം സംശയിച്ചു. ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ നിതാര എന്ന മദാലസ സുന്ദരിയുടെ മുഖം മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്നു. എത്രയും വേഗം അവളെ കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവൾ താൻ അന്വേഷിക്കുന്ന സംഘത്തിന്റെ ഒരു പ്രധാന കണ്ണിയാണെന്ന് റോയിക്ക് തോന്നി. വീട്ടിലെത്തിയ ഉടനെ റോയി ദാമുവിനെ വിളിച്ചു. 10 മിനിറ്റുകൾക്ക് മുമ്പ് ഡോക്ടർ റോബർട്ട് വിളിച്ചിരുന്നുവെന്ന് അവൻ അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഡോക്ടറുടെ റെസിഡൻസിലേക്ക് വിളിച്ചു. 9 മണിക്ക് വരാമെന്നും യാത്രയ്ക്ക് തയ്യാറായിരിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ സംഭാഷണം അവസാനിപ്പിച്ചു. ഹോട്ടലിൽ വച്ചുണ്ടായ സംഘട്ടനത്തിനെ പറ്റി അപ്പോഴൊന്നും റോയി സൂചിപ്പിച്ചില്ല. റിസീവർ കടലിൽ വെച്ചിട്ട് അല്പസമയം റോയി ചിന്താമഗ്നനായി നിന്നു. എന്നിട്ടുടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു.
ഫോൺ അറ്റൻഡ് ചെയ്തത് പത്മരാജ് തന്നെയായിരുന്നു. അവരെ 4 പേരെയും വേണ്ട വിധം ചോദ്യം ചെയ്ത് കഴിയുന്നത്ര രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം ഫോൺ താഴെ വെച്ചു. അടുത്ത മുറിയിലേക്ക് തിരിയാൻ ഭാവിച്ചപ്പോഴേക്കും ഫോണിന്റെ ബെൽ ശബ്ദമുയർന്നു. അത് ഡോക്ടർ റോബർട്ട് തന്നെയായിരുന്നു. യാത്ര ജീപ്പിലാവട്ടെ എന്നും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തയ്യാറായി നിൽക്കാനും നിർദ്ദേശിച്ചിട്ട് ഡോക്ടർ ഫോൺ വെച്ചു. വളരെ ഗൗരവമുള്ള ഒരു യാത്രയാണിതെന്ന് റോയ് നിശ്ചയിച്ചു. എങ്കിലും ഒരു സൂചനയും നൽകാതെ ഡോക്ടർ ഇങ്ങനെയൊരു ഒളിച്ചുകളി നടത്തുന്നത് എന്തിനായിരിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു നിഗമനത്തിലെത്താൻ റോയ്ക്ക് കഴിഞ്ഞില്ല. എത്രയൊക്കെ പാടുപെടേണ്ടി വന്നാലും ഒറാങ്ങുട്ടാനെ ജീവനോടെ ഗവൺമെന്റിന് തിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നുവെന്ന് അദ്ദേഹം ആശിച്ചു. കൃത്യം 8:55 ആയപ്പോൾ ഡോക്ടർ റോബർട്ട് വന്നു. അദ്ദേഹത്തിന്റെ കാർ അവിടെ ഇട്ടിട്ട് റോയുടെ ജീപ്പിൽ അവർ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇനിയും യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ? വണ്ടി മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ റോയ് ചോദിച്ചു. തീവാരയിലെ ശ്മശാനത്തിലേക്ക്. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് ദൃഷ്ടികൾ ഊന്നിയിരുന്നു. താങ്കൾ എന്താ തമാശ പറയുകയാണോ? എതിരെ വന്ന ഒരു ഡീലക്സ് എക്സ്പ്രസിന് സൈഡ് കൊടുത്തിട്ട് റോയ് ചോദിച്ചു. ഇപ്പോൾ തമാശ പറയാനുള്ള സമയമല്ലല്ലോ. ഒരു സിഗാർ കൊളുത്തിയിട്ട് ഡോക്ടർ റോബർട്ട് തുടർന്നു. താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണത്. ഈ പോക്കുകൊണ്ട് ചില ഭീകര രഹസ്യങ്ങളുടെ ചുരുൾ നിവരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ റോയി ജീപ്പിന്റെ സ്പീഡ് കുറച്ചിട്ട് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ഒരു നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ റിസീവറും ചെവിയിൽ ചേർത്ത് നിൽക്കുകയായിരുന്നു, ഡോക്ടർ റോബർട്ട് പറഞ്ഞു. മറ്റാരോ തമ്മിൽ നടന്ന ഒരു സംഭാഷണം അപ്രതീക്ഷിതമായി ഞാൻ കേൾക്കുകയുണ്ടായി. ഇന്ന് രാത്രി 11 മണിക്ക് തീവാരയിലെ ശ്മശാനത്തിൽ എത്തണമെന്നും ടെമ്പോ കൂടി കൊണ്ടുവരണമെന്നും ഒരാൾ പറഞ്ഞു. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവുമെന്ന് എതിർവശത്തു നിന്നും ചോദ്യമുണ്ടായി. കുറഞ്ഞത് 4 എണ്ണമെങ്കിലും ഉണ്ടാവുമെന്നായിരുന്നു മറുപടി. ആ 4 എണ്ണം എന്തായിരിക്കുമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? റോയി പെട്ടെന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ശവങ്ങളായിരിക്കുമെന്നാണ്. അത് ശരിയുമായിരുന്നു. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? ആ സംഭാഷണം അവസാനിച്ച ഉടനെ ഞാൻ തീവാരയിലെ വികാരനെ വിളിച്ചു. ഇന്നലെയോ ഇന്നോ ആ ഇടവകയിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. മറുപടി കിട്ടിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. പലവിധ കാരണങ്ങളാൽ 4 പേര് മരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. തടി കയറ്റി വന്ന ഒരു ലോറിയുടെ ഇരമ്പൽ ഉച്ചത്തിലായതുകൊണ്ട് ഡോക്ടർ റോബർട്ട് നിശബ്ദനായിരുന്നു. ലോറിയെ പിന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തുടർന്നു. ഫാദർ ജോസുമായി ഞാൻ വളരെ കാലമായി അടുപ്പത്തിലാണ്. വളരെ അത്യാവശ്യ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ ഇന്നലെ ഫോണിൽ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നത് കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ ഇല്ലാതെ പോയത്. ഈ ഫാദർ ജോസിനെ എനിക്ക് പരിചയമുള്ളതായി ഓർമ്മയിലില്ല. അദ്ദേഹം ഇപ്പോൾ തീവാരയിലാണോ ഉള്ളത്? ആകാംക്ഷ ഉള്ളിൽ തങ്ങി നിന്നിരുന്നതുകൊണ്ട് റോയി ഇടയ്ക്കു കയറി ചോദിച്ചു. അല്ല, അദ്ദേഹം അവിടെ നിന്നും പിന്നെയും ഒരു 10 മൈൽ കൂടി അകലെയുള്ള പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. എരിഞ്ഞു തീരാറായ ചുരുട്ട് പുറത്തേക്ക് എറിഞ്ഞിട്ട് ഡോക്ടർ റോബർട്ട് തുടർന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പല സംശയങ്ങളും എന്റെ മനസ്സിൽ കടന്നുകൂടി. ആ പള്ളിയിലെ അസ്ഥിക്കുഴി തുറന്ന് അതിനുള്ളിൽ കൂട്ടിയിരുന്ന അസ്ഥികൾ മുഴുവൻ ആരോ കൊണ്ടുപോയി. അതിനും പുറമെ അടുത്തടുത്ത ദിവസങ്ങളിലായി, അതായത് ഈ ആഴ്ചയിൽ തന്നെ അടക്കം ചെയ്തിരുന്ന 2 ശവങ്ങളും കല്ലറ തുറന്ന് എടുത്തുകൊണ്ടുപോയി. ഈ വിവരം ഫാദർ പോലീസിൽ അറിയിച്ചില്ലേ? റോയി പെട്ടെന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഇടവകയിലെ പ്രമാണിമാരെ വിളിച്ച് ഈ സംഭവത്തെ പറ്റി ചർച്ച ചെയ്തു. അവരുടെ തീരുമാനം ഇത് രഹസ്യമായി സൂക്ഷിക്കണമെന്നായിരുന്നു. എന്തായാലും ആ തീരുമാനം വിചിത്രമായി തോന്നുന്നു. അത് നിയമത്തോടുള്ള അവഹേളനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നിയമത്തിന്റെ പ്രശ്നമല്ല അവർ കാണുന്നത്. വിശ്വാസികൾ ഇതറിയുമ്പോൾ പ്രക്ഷുബ്ധരാകും. അത് പല വിധത്തിലും സമുദായത്തെ ബാധിച്ചെന്ന് വരും. ആ കോളിളക്കം കൊണ്ട് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ലെന്നും അവർ വിധിയെഴുതി. അതിന്റെ പിന്നിലുള്ള ചേതോവികാരത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനാവില്ല. അതിരിക്കട്ടെ, ഫാദർ ജോസ് താങ്കളെ എന്തിനാണ് വിളിപ്പിച്ചത്? പ്രത്യേകിച്ച് ഈ വിവരം പുറത്താരും അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുള്ളപ്പോൾ. ഈ പ്രശ്നം തീർത്തും നിസ്സാരമായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏതെങ്കിലും ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ട് ഇത് രഹസ്യമായി അന്വേഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അക്കാര്യം വിശ്വസിച്ച് പറയാൻ മറ്റാരേക്കാൾ കൂടുതൽ അർഹത എനിക്കാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ നേരത്തെ തന്നെ താങ്കളെക്കുറിച്ച് പലതും അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. എങ്ങനെയും ഇതിന്റെ രഹസ്യം കണ്ടെത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്.
പിന്നെ മറ്റൊന്ന്, ഇടവകയിലെ പ്രമാണിമാർ ഇത് ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹത്തിന് സംശയമുണ്ട്. പ്രമാണിമാരെന്ന് പറയുമ്പോൾ അവർ വിരലിലെണ്ണാവുന്ന അത്രയേ ഉള്ളുതാനും. താങ്കൾക്കിപ്പോൾ എന്തു തോന്നുന്നു? ഡോക്ടർ റോബർട്ട് ചോദിച്ചു നിർത്തി. പക്ഷേ റോയി അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ചിന്തകളുടെ താഴ്വരകളിൽ അലഞ്ഞു നടന്നു. താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഏതോ ഒരു ഭീകര സംഘം ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒറാങ്ങൂട്ടാനെയും മനുഷ്യനെയും ആവശ്യമുണ്ട്. എല്ലാറ്റിനും ഉപരി മനുഷ്യാസ്ഥിയും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോഴവർ നിസ്സാരക്കാരായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തീവാരയിലേക്കോ ഫാദർ ജോസിന്റെ അടുത്തേക്കോ? അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം റോയ് ചോദിച്ചു. തീവാരയിലേക്ക്. ഫാദർ ജോസിന്റെ അടുത്ത് ഇപ്പോൾ ചെന്നിട്ട് നമുക്കൊന്നും നേടാനില്ല. തീവാരയിലെ ശ്മശാനത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. റോയി വീണ്ടും നിശബ്ദനായി. അദ്ദേഹം സ്പീഡോമീറ്ററിൽ ശ്രദ്ധിച്ചു. വെറും 30 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടുന്നത്. സമയം ധാരാളം ഉണ്ടല്ലോ എന്നും അത്രയും സമയം സംസാരിക്കാമല്ലോ എന്ന് കരുതിയുമാണ് അത്രയും സ്പീഡ് കുറച്ചത്. ഇപ്പോൾ സംസാരിക്കാനൊന്നും ഇല്ലാതായതുപോലെ അവർക്കിരുവർക്കും തോന്നി. ഇത്രയും സമർത്ഥനായ ഒരു ആത്മസുഹൃത്തിനെ മറ്റാർക്കും കിട്ടില്ലെന്ന് റോയി അഭിമാനത്തോടെ ഓർമ്മിച്ചു. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ഡോക്ടർ റോബർട്ട് സാഹസിക ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രസകരവും എന്നാൽ സാഹസികവുമായ പല കേസന്വേഷണങ്ങളിലും റോയിയോടൊപ്പം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പല സംഭവങ്ങളും റോയിയുടെ സ്മൃതിപഥത്തിൽ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ റോബർട്ടും അങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സൂക്ഷ്മതയോടും ആസൂത്രണങ്ങളോടും ചരടുവലി നടത്തേണ്ട ഒരു കാര്യത്തിലാണ് റോയി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നതെന്നും തന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്നും ഡോക്ടർ റോബർട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. താങ്കളുടെ വീട്ടിൽ വെച്ച് ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കാത്തതിൽ അമർഷം തോന്നിക്കാണുമല്ലോ. വളരെ സമയം നിശബ്ദരായിരുന്നപ്പോൾ ഡോക്ടർക്ക് മുഷിപ്പ് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഒരിക്കലുമില്ല. അങ്ങനെ തോന്നാൻ താങ്കളെക്കുറിച്ച് ഞാൻ അജ്ഞനല്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്നവർ സാധാരണക്കാരനല്ല. ഒരുപക്ഷെ താങ്കളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇലക്ട്രോണിക്സ് ടേപ്പ് റെക്കോർഡറും അത് അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് അവരുടെ കേന്ദ്രത്തിലെത്തിക്കാൻ ശക്തമായ ട്രാൻസ്മീറ്ററും സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? ശരിയാണ്, അങ്ങനെ സംഭവിച്ചുകൂടുന്നില്ല. അങ്ങനെയൊന്നവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി പൊളിയുമെന്ന് മാത്രമല്ല, ഈ യാത്രയിൽ വല്ല ഗ്രനേഡും പൊട്ടി നമ്മൾ കഥാവശേഷരാകാനും മതി. തുടർന്ന് അന്ന് ഹോട്ടലിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിനെ പറ്റി റോയ് വിശദീകരിച്ചു. ഡോക്ടർ അതെല്ലാം മൂളി കേട്ടുകൊണ്ടിരുന്നു. തന്റെ സുഹൃത്ത് തികച്ചും ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നതെന്ന് മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തോന്നി. എന്തും ചെയ്യാൻ മടിക്കാത്ത രക്തക്കൊതിയന്മാരായ ഒരു കൂട്ടം ഭ്രാന്തന്മാർ നയിക്കുന്ന യുദ്ധക്കളം. ചുവട് അല്പം ഒന്ന് തെറ്റിയാൽ, നോട്ടം പിഴച്ചാൽ ആ വെറിയന്മാർ പിച്ചി ചീന്തും. ഇന്ന് അവരുടെ ഏറ്റവും വലിയ ശത്രു ഡോക്ടർ റോയ് എന്ന സാഹസികനും സമർത്ഥനുമായ ഡിറ്റക്റ്റീവ് ഓഫീസറാണ്. എന്തു വില കൊടുത്തും ആ ശത്രുവിനെ സംഹരിക്കാൻ അവർ ശ്രമിക്കും. അവരുടെ വണ്ടി നഗരവും നാട്ടിൻപുറവും ഇട്ട് കുന്നിൻ ചെരുവുകളിലെ വീതി കുറഞ്ഞ റോഡിലൂടെ ഓടിത്തുടങ്ങി. കിഴുക്കാൻ തൂക്കായ മലഞ്ചെരുവുകൾ, അതിനെ കീറി മുറിച്ചു പോകുന്ന വീതി കുറഞ്ഞ ടാർ റോഡ്. മുന്നോട്ട് പോകുന്തോറും വഴിയുടെ ദുർഘടവും കൂടിക്കൊണ്ടിരുന്നു. ശ്രദ്ധ അല്പം ഒന്ന് പതറിയാൽ തങ്ങളുടെ പതനം അങ്ങ് അഗാധതയിലായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരൊന്നും സംസാരിച്ചതേയില്ല. റോയി വാച്ചിലേക്ക് നോക്കി. സമയം 10 കഴിഞ്ഞിരിക്കുന്നു. യാത്ര ആരംഭിച്ചിട്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ആക്സിലേറ്ററിൽ കാലുകൊടുത്തു. ഇത്ര പാടുപെട്ട് ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ട് സ്ഥലത്തെത്തുമ്പോൾ ആവശ്യക്കാർ കാര്യം കഴിഞ്ഞ് കടന്നുപോയാൽ ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമായിരിക്കുമെന്ന ചിന്ത റോയിയെ ഉത്സാഹഭരിതനാക്കി. ജീപ്പിന്റെ വേഗത വർദ്ധിച്ചപ്പോൾ ഡോക്ടർ റോബർട്ടും വാച്ചിലേക്ക് നോക്കി. താൻ ഉദ്ദേശിച്ചതിനേക്കാൾ സമയം കൂടുതൽ പോയെന്ന് തോന്നിയതുകൊണ്ട് ആ വേഗത കൂട്ടലിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരു വശം ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടും മറുവശം അഗാധമായ ഗർത്തങ്ങളുമായിരുന്നു. അകലങ്ങളിലുള്ള കുന്നിൻ ചെരുവുകളിലെ ചില വീടുകളുടെ ഉമ്മർത്ത് മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കുകളുടെ പ്രകാശം മിന്നാമിനുങ്ങളുടെ വെളിച്ചം പോലെ തോന്നി. വല്ലപ്പോഴും ഓരോ തടിലോറിയോ ജീപ്പോ എതിരെ വന്നുകൊണ്ടിരുന്നു. തീവാരയുടെ 2 മൈൽ സമീപത്തെത്തിയപ്പോൾ ടാർപ്പ കൊണ്ട് മൂടിക്കെട്ടിയ ഒരു ലോറി അവർക്കെതിരെ വന്നു. സൈഡ് കൊടുക്കാനുള്ള വീതി അവിടെ ഇല്ലായിരുന്നു. എതിരെ വന്ന വാഹനം ഭാരം കയറ്റിയതും ലോറിയുമായിരുന്നതുകൊണ്ട് റോയി ജീപ്പ് പിന്നിലേക്ക് എടുത്തു. 2 ഫർലോങ് ഓടിയപ്പോഴാണ് കഷ്ടിച്ച് ലോറിക്ക് കടന്നു പോകാനുള്ള സൈഡ് കിട്ടിയത്.
കൂട്ടത്തിൽ ലോറി ഇറങ്ങി വന്നപ്പോൾ അസാധാരണമായ ഒരു ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. ഈ ലോറിയിൽ എന്തോ ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. റോയി ഡോക്ടറോട് മന്ത്രിച്ചു. എനിക്കും അങ്ങനെ തോന്നുന്നു, ഡോക്ടർ റോബർട്ട് പ്രതിവചിച്ചു. ഞാൻ ആദ്യം കരുതിയത് തേയില കയറ്റിയ വണ്ടിയാണെന്നാണ്. രാത്രികാലങ്ങളിൽ ഈ വഴിക്കും അങ്ങനെയുള്ള ലോറികൾ പോകാറുണ്ട്. പക്ഷേ ഇത് തേയിലയുടെ മണമല്ല, വല്ലാത്തൊരു ദുർഗന്ധമാണ്. ഏതായാലും നമുക്ക് വരെ ഒന്ന് പരിശോധിച്ചിട്ട് വിട്ടാ മതി. ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ടോ? നിശ്ചയമായും, അതില്ലാതെ ഞാൻ ഒരിടത്തും പോകാറില്ല. റോയി അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോറിയുടെ ഫ്രണ്ട് ജീപ്പിന്റെ ഫ്രണ്ടിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ജീപ്പിലിരുന്നു കൊണ്ട് തന്നെ ലോറി നിർത്താൻ ആംഗ്യം കാണിച്ചു. അപ്പോൾ ജീപ്പിന്റെ ഹെഡ്ലൈറ്റിൽ ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ മുഖം പരിഭ്രാന്തമാകുന്നത് അവർ കണ്ടു. പക്ഷേ ലോറി നിർത്തിയില്ല. മുന്നോട്ട് കയറി നിർത്തുമെന്ന് കരുതി റോയി ജീപ്പിൽ നിന്ന് ഇറങ്ങി. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവർ സ്പീഡ് കൂട്ടുകയാണ് ചെയ്തത്. ധിക്കാരം! അത് ആരിൽ നിന്നുണ്ടായാലും റോയി ക്ഷമിക്കില്ല. പ്രത്യേകിച്ചും നിയമത്തെ മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിവൃത്തിയുണ്ടെങ്കിൽ അദ്ദേഹം അവരെ വെറുതെ വിടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏത് വാഹനവും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ അവകാശമുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൈ കാണിച്ചതും. കൂടുതൽ ആലോചിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ റോയി റിവോൾവർ എടുത്ത് സൈലൻസർ ഘടിപ്പിച്ച റിവോൾവറിന്റെ ട്രിഗറിൽ 3 പ്രാവശ്യം അദ്ദേഹം വിരലമർത്തി. ഓരോ സെക്കൻഡുകൾ ഇടവിട്ട് 2 വെടിശബ്ദമുയർന്നു. അത് ലോറിയുടെ ടയർ വെടിതീർന്ന ശബ്ദമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഡോക്ടർ റോബർട്ടും ജീപ്പിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഒരു ഞരക്കത്തോടെ ലോറി ഒരു വശത്തേക്ക് ചരിഞ്ഞു നിന്നു. അപ്രതീക്ഷിതമായ ആ ഏറ്റുമുട്ടലിൽ ലോറിയിൽ ഉണ്ടായിരുന്നവർ ഭയന്നുപോയി. റോയും ഡോക്ടറും ഓടി അടുത്തു ചെന്നപ്പോഴേക്കും അവർ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഊർന്നു ചാടി ഓടി മറഞ്ഞു. സോക്സിനടിയിൽ സൂക്ഷിക്കാറുള്ള ചെറിയ സ്റ്റീൽ കത്തിയെടുത്ത് റോയി ടാർപ്പ കുത്തിക്കീറി. അവരുടെ നിഗമനം ശരിയായിരുന്നു. ആ ലോറി നിറയെ അസ്ഥികൂടങ്ങളായിരുന്നു. ഒട്ടും താമസിച്ചില്ല. അടുത്ത നിമിഷം റോയി ആ ലോറിയുടെ ബാക്കി ടയറുകൾ കൂടി വെടിവെച്ച് തകർത്തു. എന്നിട്ട് ജീപ്പിൽ കയറി. വയർലെസ് മെസ്സേജിലൂടെ 15 മൈൽ അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. താൻ ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോറിയിലെ സാധനം ആരും കടത്തിക്കൊണ്ടുപോകാൻ ഇടവരുന്നതിനു മുമ്പ് സ്ഥലത്തെത്തണമെന്ന് നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം വണ്ടി മുന്നോട്ടെടുത്തു. തീവാര നിരന്ന പ്രദേശമായിരുന്നു. ശ്മശാനത്തിന്റെ 1/2 ഫർലോങ് മാറ്റി ഒരു ഇടറോട്ടിൽ ജീപ്പ് കയറ്റിയിട്ട് അവർ നടന്നു. ഗേറ്റിൽ പൂട്ടിയതുപോലെ കിടന്ന താഴിൽ റോയി പിടിച്ചു വലിച്ചു നോക്കി. ആ താഴ് പൂട്ടിയിരുന്നില്ല, അത് തുറന്നു കിടന്നിരുന്നു. ഉള്ളിൽ കടന്നിട്ട് താഴെ പഴയതുപോലിട്ടു. ശ്മശാനത്തിൽ കുറ്റിക്കാടുകളും മുൾപടർപ്പുകളും നിറഞ്ഞു നിന്നിരുന്നു. വല്ലപ്പോഴും മാത്രമേ അതിനുള്ളിൽ ആരെയെങ്കിലും സംസ്കരിക്കുവാൻ വേണ്ടി കൊണ്ടുവരാറുള്ളൂ. അവർ രണ്ടുപേരും കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഗേറ്റ് തുറന്ന് ഏതാനും രൂപങ്ങൾ ശ്മശാനത്തിനുള്ളിലേക്ക് കടക്കുന്നത് അവർ കണ്ടു. ശ്വാസം അടക്കി പിടിച്ച് അവരത് നോക്കിയിരുന്നു. ഡോക്ടർ, താങ്കൾ ഇത് കാണുന്നുണ്ടോ? റോയി മന്ത്രിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ശബ്ദിക്കരുത്, അവരുടെ നീക്കം ശ്രദ്ധിക്കാം. ആകാശമധ്യത്തിൽ വിളറി വെളുത്ത ചന്ദ്രബിംബമുണ്ടായിരുന്നു. ചെറിയ ചെറിയ മേഘക്കീറുകൾ അതിനെ മറച്ചുകൊണ്ട് അതിവേഗം പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മലയുടെ അടിഭാഗത്തു നിന്നും മഞ്ഞ് പുകപടലം പോലെ ഉയർന്നുകൊണ്ടിരുന്നു. തണുത്തുറഞ്ഞ കാറ്റ് അതിന്റെ മുകളിൽ കരിമ്പാറക്കെട്ടുകളിൽ തല്ലി ആർത്തട്ടഹസിക്കുന്ന കടലലകളുടെ ശബ്ദത്തേക്കാൾ ഭീകരമായിരുന്നു. വിസ്തൃതമായ ആ ശ്മശാനം പടർന്നു പന്തലിച്ച ആൽനസ് വൃക്ഷങ്ങളാൽ നിബിഡമായിരുന്നു. അടിഭാഗം മുഴുവൻ കുറ്റിക്കാടുകൾ തിങ്ങി വളരുന്നു. അവിടം കുറുനരികളുടെ വാസകേന്ദ്രമായിരുന്നു. അപൂർവമായി വല്ല ശവവും കുഴിച്ചിട്ടാൽ അത് മാന്തിയെടുക്കാൻ അവറ്റയെ കൊണ്ടാവില്ല. എങ്കിലും അവ അവിടെ താവളമടിച്ചിരുന്നു. രാത്രിയുടെ യാമങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുമ്പോൾ ആ കുറുനരികൾ ഓരിയിടാൻ ആരംഭിച്ചു. ആദ്യം ഏതോ ഒരു കോണിൽ നിന്നും ഒരെണ്ണം തുടങ്ങി വെച്ചു. അത് കേട്ട് മറ്റുള്ളവ ഒറ്റയ്ക്കും കൂട്ടമായും കൂവി തുടങ്ങി. കുറുനരികളോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനെന്നവണ്ണം ആൽനസ് വൃക്ഷങ്ങളിൽ ഇരുന്ന് ഒരു വയസ്സൻ മൂങ്ങ നീട്ടി മൂങ്ങി. ഇത്രയുമായപ്പോൾ നത്തുകൾക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവ കുരയ്ക്കാൻ ആരംഭിച്ചു. ശബ്ദങ്ങളുടെ കോലാഹലം കേട്ട് ചീവിടുകൾ ഉണർന്നു. ശബ്ദത്തിൽ തങ്ങളെ വെല്ലാൻ ആരാണിവിടെയുണ്ടെന്നുള്ള ഭാവത്തിൽ അവ അത്യുച്ചത്തിൽ കരഞ്ഞു. കർണകഠോരമായ ആ ശബ്ദത്തിൽ മറ്റുള്ളവ അലിഞ്ഞു ചേർന്നു. സ്വയം കരഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട ആ കൊച്ചു ജീവികൾ രാത്രിയുടെ ഭയാനതയ്ക്ക് മാറ്റുകൂട്ടി. രാത്രിയിൽ ശ്മശാനം ഭീകരമായിരിക്കും. കാവൽക്കാരെ പോലെ പതിയിരുന്ന റോയും റോബർട്ടും ഓർമ്മിച്ചു. ചില പ്രേതകഥകളുടെ പിന്നാലെ പോയി ശ്മശാനത്തിൽ കുത്തിയിരുന്ന്
നേരം വെളുപ്പിക്കേണ്ട ഗതികേട് ഇതിനു മുമ്പും അവർക്കുണ്ടായിട്ടുണ്ട്. ശബ്ദമുഖരിതമായ പശ്ചാത്തലമാണ് നിശബ്ദതയേക്കാൾ നല്ലതെന്ന് അവർ അനുഭവം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. തണുത്തുറഞ്ഞ കാലാവസ്ഥ ആയിരുന്നെങ്കിലും അവർ വിയർക്കുകയായിരുന്നു. മഞ്ഞ് ശക്തിയായി പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും കർച്ചീഫ് എടുത്ത് തലയിൽ കെട്ടി. മലയ്ക്ക് മുകളിൽ പുതഞ്ഞു കിടക്കുന്ന ഹിമപ്പുതപ്പ് കാറ്റിന്റെ ശക്തി കൊണ്ട് അതിവേഗം മുകളിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ചിലപ്പോൾ ആഞ്ഞടിക്കുന്ന കാറ്റിൽപ്പെട്ട് മഞ്ഞിൻമറ പൂർണ്ണമായും അകന്നു മാറുകയും മിനിറ്റുകൾക്കകം വീണ്ടും അടുത്തുകൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. മഞ്ഞ് സൃഷ്ടിക്കുന്ന കനത്ത മറ നീങ്ങുമ്പോൾ റോയും റോബർട്ടും ചുറ്റുപാടും സൂക്ഷ്മതയോടെ നോക്കും. ചുറ്റുപാടുകൾ ദൃഷ്ടിഗോചരമല്ലാതെ വരുമ്പോൾ നിരാശയോടെ അവർ ചെവിയോർത്തിരിക്കും. അവർ ഇരിക്കുന്നതിന്റെ വടക്കു ഭാഗത്തു നിന്നും അടക്കി പിടിച്ച സംസാരവും മണ്ണിൽ മൺവെട്ടി പതിയുന്ന ശബ്ദവും ഉയരുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ പിന്നിട്ടത് അവരറിഞ്ഞതേയില്ല. മണ്ണുമാറ്റുന്ന ശബ്ദവും സംസാരവും നിലച്ചു. ചാറ്റൽ മഴ പോലെ പെയ്തു വീഴുന്ന മഞ്ഞിനെ ശപിച്ചുകൊണ്ടവർ കാതോർത്തിരുന്നു. കുറുനരികളും കൂമനും ചീവിടും സൃഷ്ടിക്കുന്ന അസുഖകരമായ ശബ്ദം മാത്രം. അകലിൽ നിന്നും ഏതോ ഒരു വണ്ടി വരുന്ന ഇരമ്പൽ പതിയിരുന്ന് അവർ കേട്ടു. അവർ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. വണ്ടി ശത്രുക്കളുടേതായിരിക്കുമോ എന്ന സംശയം ഉള്ളിലുയർന്നു. അതല്ലെങ്കിൽ തങ്ങൾ റോഡിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ശവമാന്തികൾ ശ്മശാനത്തിനുള്ളിലായിരിക്കും. തങ്ങളുടെ ആഗമനം മനസ്സിലാക്കി അവർ രക്ഷപ്പെട്ടെന്ന് വരും. അധികം ആലോചിക്കാൻ അവസരം കിട്ടുന്നതിനു മുമ്പ് വാഹനം റോഡിൽ വന്നു നിന്നതായി അവർ മനസ്സിലാക്കി. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തേണ്ടിയിരിക്കുന്നു. അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. റോയും റോബർട്ടും കുറ്റിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റു. മുൾപടർപ്പുകളും തകരച്ചെടികളും വകഞ്ഞു മാറ്റി പാദവിന്യാസം പോലും കേൾപ്പിക്കാതെ അവർ സാവധാനം റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. മഞ്ഞിൽ കുളിച്ച നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ അപരിചിതമായ ആ ശ്മശാനത്തിലൂടെയുള്ള യാത്ര സാഹസികമായിരുന്നു. പെൺടോർച്ച് കയ്യിലുണ്ടെങ്കിലും അത് പ്രകാശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വെഡിത്തം കാണിച്ചാൽ ശത്രുവിന്റെ തോക്ക് ശബ്ദമില്ലാതെ ഉണ്ടകൾ ഉതിർത്തുവെന്ന് വരും. കുഴി വെട്ടാതെ തന്നെ അവർ ശവമടക്കം നടത്തിയേക്കും. ചിലപ്പോൾ ആ 4 ശവങ്ങളുടെ നടുവിൽ 6 എന്ന അക്കവുമായി കിടക്കേണ്ടി വരും. മണിക്കൂറുകളായി ഒരു സിഗരറ്റ് പുകയ്ക്കാൻ കഴിയാത്തതിൽ റോയി അസ്വസ്ഥനായിരുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടക്കാം, പക്ഷേ പുക വലിക്കാതിരിക്കാനാവില്ല. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഈ കോച്ചി വിറയ്ക്കുന്ന തണുപ്പിൽ ഈ സമയം കൊണ്ട് ഒരു പാക്കറ്റെങ്കിലും പുകച്ചു തള്ളുമായിരുന്നു. അവർ റോഡിലെത്തിയതും ഒരു ടെമ്പോ തൊട്ടടുത്തു നിന്ന് ഇരമ്പിപ്പാഞ്ഞതും ഒന്നിച്ചായിരുന്നു. ശക്തി കുറഞ്ഞ മഞ്ഞിൻമറയിലൂടെ അതിന്റെ പിന്നിലെ ചുവന്ന വെളിച്ചം അകന്നു പോകുന്നത് അവർ കണ്ടു. എങ്കിലും നമ്പർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ റോയി റിവോൾവറും കയ്യിലെടുത്തുകൊണ്ട് വണ്ടിയുടെ പിന്നാലെ പാഞ്ഞു. നോക്കി നിൽക്കാൻ റോബർട്ടിനും കഴിഞ്ഞില്ല. ചുവന്ന വെളിച്ചവും ടയറും തമ്മിലുള്ള അകലം കണക്കിലെടുത്തുകൊണ്ട് ആ ഓട്ടത്തിനിടയിൽ 2 പ്രാവശ്യം റോയി നിറയൊഴിച്ചു. ഹിമപ്പുതപ്പ് ലക്ഷ്യം തെറ്റിച്ചു കളഞ്ഞു. അവരുടെ ഓട്ടം അവസാനിച്ചത് ജീപ്പ് ഒളിച്ചിട്ടിരുന്നിടത്ത് ചെന്നാണ്. ഒറ്റ കുതിപ്പിന് അദ്ദേഹം ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും മറുവശത്തുകൂടി ഡോക്ടർ റോബർട്ട് അതിനുള്ളിൽ കയറി പറ്റി കഴിഞ്ഞിരുന്നു. റോഡ് അപരിചിതവും അപകടം പതിയിരിക്കുന്നതായിരുന്നെങ്കിലും റോയുടെ കാല് ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടിരുന്നു. മഞ്ഞ് പെയ്യുന്ന ഭീകര നിശീതിനി. മലമടക്കുകളിലൂടെ കറുത്ത അട്ടയെപ്പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ടാർ റോഡ്. സ്പീഡോമീറ്ററിലെ സൂചി കറങ്ങിക്കൊണ്ടിരുന്നു. 40, 50, 60. പെട്ടെന്ന് ടെമ്പോ വാൻ തൊട്ടു മുന്നിൽ കാണാറായി. മരണം പതിയിരിക്കുന്ന അഗാധ ഗർത്തങ്ങളെപ്പറ്റി റോയി അപ്പോൾ ബോധവാനായിരുന്നില്ല. ഇങ്ങോട്ട് വന്നതിന്റെ ഇരട്ടി വേഗത്തിൽ കുത്തിറക്കവും കൊടും വളവും നിറഞ്ഞ ആ റോഡിലൂടെ അദ്ദേഹം ജീപ്പ് ഓടിച്ചു. ഡോക്ടർ റോബർട്ട് നിശബ്ദനായിരുന്നതേയുള്ളൂ. റോയുടെ സൂക്ഷ്മതയിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വാനിനെ ഓവർടേക്ക് ചെയ്യാൻ റോയി ശ്രമിച്ചു. അപകടം മണത്തറിഞ്ഞ വാനിന്റെ ഡ്രൈവർ സൈഡ് കൊടുത്തില്ല. ദുർഘടം പിടിച്ച ഈ റോഡിലൂടെ അയാൾ എങ്ങനെ ഇത്ര സ്പീഡിൽ വണ്ടി നിയന്ത്രിക്കുന്നു എന്ന് റോയി ആശ്ചര്യപ്പെട്ടു. ജീപ്പിന് മുന്നിൽ കയറാൻ സാധ്യമല്ലെന്ന് തീർച്ചയായപ്പോൾ ഡോക്ടർ റോബർട്ട് റിവോൾവർ എടുത്തു. അക്കാര്യം അദ്ദേഹത്തിനോട് പറയാൻ റോയി ഒരുങ്ങുകയായിരുന്നു. അവസരോചിതമായ ആ പെരുമാറ്റം അദ്ദേഹത്തെ സംതൃപ്തനാക്കി. സൈലൻസർ ഘടിപ്പിക്കാത്ത ആ റിവോൾവറിൽ നിന്നും വെടിശബ്ദം ഒരു രാക്ഷസന്റെ അട്ടഹാസം പോലെ ഉയർന്നു. 4 പ്രാവശ്യം നിറയൊഴിച്ചിട്ടും വാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും മൈലുകൾ പിന്നിട്ടിരുന്നു. പെട്ടെന്ന് ഗ്ലാസ് തകർന്നു. അവർ പ്രത്യാക്രമണം ആരംഭിച്ചുവെന്ന് ബോധ്യമായപ്പോൾ റോയി തന്റെ റിവോൾവർ എടുത്തു.
ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിക്കുകയും മറ്റേ കൈകൊണ്ട് യുദ്ധം നടത്തുകയും ചെയ്യാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. കാരണം എതിരാളികളുടെ കയ്യിലിരിക്കുന്ന റിവോൾവർ സൈലൻസർ ഉള്ളതാണ്. ഇപ്പോൾ വണ്ടിയുടെ കണ്ണാടി തകർത്തു. അടുത്ത ബുള്ളറ്റ് തങ്ങളുടെ തലയായിരിക്കും തകർക്കുന്നത്. ചിലപ്പോൾ ആ പിസ്റ്റളിൽ നിന്നും മുതിരുന്നത് വിഷസൂചികളുമായിരിക്കും. കൂടുതൽ ചിന്തിക്കാനോ വെടിവെക്കാനോ റോയ്ക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് റോഡിൽ തീ ആളി പടർന്നു. പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധം തങ്ങളെ വലയം ചെയ്യുന്നതായി അവർക്ക് തോന്നി. റോഡ് മുഴുവൻ തീജ്വാലകൾ. ഒരു തരത്തിലും മുന്നോട്ടു പോകാനാവില്ലെന്ന് അവർക്ക് തീർച്ചയായി. തൽക്കാലം തീയിൽ നിന്നും രക്ഷപ്പെടുക. റോയി ജീപ്പ് പിന്നോട്ടെടുത്തു. വന്നതുപോലെ വേഗതയിൽ വണ്ടി പിന്നോട്ടോടി. പെട്ടെന്ന് പുറകിലും അഗ്നി പടർന്നു കയറി. രക്ഷപ്പെടാനാവാത്ത വിധം തങ്ങൾ ഒരു കെണിയിൽ അകപ്പെട്ടുവെന്ന് ഇരുവർക്കും മനസ്സിലായി. ഇരുമ്പഴികൾക്കുള്ളിൽ അടച്ച വ്യാഘ്രത്തെ പോലെ റോയി വണ്ടിക്കുള്ളിലിരുന്ന് മുരണ്ടു. നിസ്സഹായത അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചു. അപകടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കരയിലും കടലിലും ആകാശത്തിലും വെച്ച് എത്രയോ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം പതറിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായത് ശത്രുവിനെ പിന്തുടരാനോ പിടികൂടുവാനോ കഴിയില്ലല്ലോ എന്നോർത്താണ്. റോയ്, നമ്മൾ ഈ അഗ്നിക്കുള്ളിൽ കുടുങ്ങിപ്പോകുമെന്ന് തോന്നുന്നു. രക്ഷപ്പെടാൻ എന്താ മാർഗം? ഡോക്ടർ റോബർട്ട് പൊടുന്നനെ ചോദിച്ചു. ഒന്നുകിൽ ജീപ്പ് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഇറങ്ങി ഈ ഗർത്തത്തിലൂടെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കട്ടെ എന്നുറപ്പിച്ചുകൊണ്ട് ഇതിനു മുകളിലൂടെ ഞാൻ ജീപ്പ് ചാടിക്കാം. താങ്കളുടെ ഇഷ്ടം പോലെ ഏത് മാർഗം സ്വീകരിക്കാം. പക്ഷേ എന്തിനാണെങ്കിലും സമയം നഷ്ടപ്പെടുത്തരുത്. റോബർട്ട് തികച്ചും അസ്വസ്ഥനാണെന്ന് ആ സ്വരം കൊണ്ട് റോയിക്ക് മനസ്സിലായി. റോയി പിന്നിലേക്ക് കണ്ണോടിച്ചു. 500 വാര അകലെയാണ് തീ കത്തിയെടുക്കുന്നത്. പിന്നിലേക്ക് സ്പീഡ് കൂട്ടിയിട്ട് അദ്ദേഹം മുന്നിലേക്ക് നോക്കി. ഏകദേശം 300 വാരയിൽ കൂടിയ അകലം തീയുമായില്ല. പെട്ടെന്ന് അദ്ദേഹം ഗിയറിൽ ചില തട്ടുമുട്ടും കൊടുത്തു. ഒരു ഇരമ്പലോടെ ജീപ്പ് വായുവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ആളിപ്പടരുന്ന അഗ്നിജ്വാലയുടെ മുകളിലൂടെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ആ വണ്ടി അതിനപ്പുറത്ത് ചെന്ന് നിന്നില്ല. അതേ വേഗത്തിൽ മുന്നോട്ടോടി. ഡോക്ടർ റോബർട്ട് അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. സാഹസികനായ തന്റെ സുഹൃത്തിന്റെ ആത്മധൈര്യം റോബർട്ടിനെ പുളകം കൊള്ളിച്ചു. അമിതമായ സന്തോഷമാണ് ആ പൊട്ടിച്ചിരിയുടെ അന്തർരഹസ്യമെന്ന് റോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചിരിക്കാൻ കഴിഞ്ഞില്ല. കൈക്കുള്ളിൽ അകപ്പെട്ട ശത്രു രക്ഷപ്പെട്ടിരിക്കുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക ജീവിതത്തിന് അതൊരു കളങ്കമായിരിക്കുന്നു. ഒരിക്കലെങ്കിലും തനിക്ക് റിവോൾവർ പ്രയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വാനും അതിലെ യാത്രികരും രക്ഷപ്പെടുമായിരുന്നില്ല. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു കൊടും വളവിലെത്തിയതും റോയി ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. ആ നിമിഷത്തിൽ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ റോഡിനു കുറുകെ വീണുകിടക്കുന്ന കരിമ്പാറക്കൂട്ടത്തിൽ ചെന്നിടിച്ച് ജീപ്പ് ചിന്നിച്ചിതറുമായിരുന്നു. പെട്ടെന്ന് ജീപ്പിൽ നിന്നും ഇറങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ആ പാറ തകർത്തിട്ടിരിക്കുന്നത് ഡൈനാമിറ്റ് വെച്ചായിരിക്കണം. അത് ചെയ്തവർ ഒരുപക്ഷെ അവിടെ എവിടെയെങ്കിലും പതിയിരുപ്പുണ്ടെന്നും വരാം. തങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഓരോന്നും ആസൂത്രിതമായ ഒരു പരിപാടിയുടെ അനന്തരഫലമാണെന്ന് റോയി ഓർമ്മിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിനു മുന്നിൽ റോഡിൽ തീ പിടിപ്പിച്ചു. വണ്ടി പിന്നോട്ടെടുത്തപ്പോൾ അവിടെയും തീയുണ്ടായി. അപ്പോൾ നിശ്ചയമായും ശത്രുക്കൾ അവിടെവിടെയായി പതിയിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ടെമ്പോയിൽ നിന്നും ഒരാളിറങ്ങി അവിടെ പതിയിരുന്നതാവാം. മുന്നിൽ തീ കൊളുത്തിയിട്ട് വാൻ ഓടിച്ചു പോയി. ജീപ്പ് നടുക്കായപ്പോൾ പുറകിലിരുന്നവൻ തീ പിടിപ്പിച്ചു. അതുപോലെ ഇവിടെയെല്ലാം നേരത്തെ തന്നെ തമരു വെച്ച് പാറകൾ തുളച്ചിട്ടിരിക്കുകയാവാം. ആവശ്യം എപ്പോൾ വന്നാലും തങ്ങൾ പരാജയപ്പെടുന്നെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. തീയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ തങ്ങളെ പിന്തുടരാതിരിക്കാൻ അടുത്ത പ്രതിരോധവും ശരിയാക്കിയിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഇന്നവരെ പിന്തുടർന്ന് പിടികൂടാനാവില്ലെന്ന് റോയിക്കും റോബർട്ടിനും നിശ്ചയമായി. 1 മിനിറ്റ് ജീപ്പിലിരുന്നു കൊണ്ട് റോയി ആലോചിച്ചു. കടന്നുപോകുന്ന വഴികൾ അദ്ദേഹം മനസ്സിലോർത്തു. ഒരു പക്ഷേ 1 മൈലിനകം തങ്ങൾ പിടികൂടിയ ലോറി കാണുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അതിൽ കൂടുതൽ ദൂരം ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടം വരെ ചെന്നു പറ്റിയാൽ പോലീസ് ജീപ്പ് ഉണ്ടാവാം. ലോറി നീക്കാൻ സാധിക്കാത്തിടത്തോളം കാലം പോലീസ് പാർട്ടിക്ക് അവിടെ നിന്ന് പോകാനാവില്ല. അക്കാര്യം താൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഡോക്ടർ റോബർട്ടുമായി അല്പസമയം ആലോചിച്ചിട്ട് റോയി ജീപ്പിൽ നിന്ന് ഇറങ്ങി. പുറകെ ഡോക്ടറും. 2 പേരും റിവോൾവർ കയ്യിലെടുത്തിരുന്നു. ഏതു നിമിഷവും ഒരാക്രമണം നേരിട്ടേക്കാമെന്നവർ വിശ്വസിച്ചു. പെൻടോർച്ച് ഉണ്ടായിരുന്നെങ്കിലും അത് പ്രകാശിപ്പിക്കേണ്ടി വന്നില്ല. പടിഞ്ഞാറെ ചക്രവാളത്തിൽ ചന്ദ്രബിംബം വിളറി വെളുത്ത് കാണപ്പെട്ടു. മഞ്ഞ് അശേഷം പോലും ഇല്ലായിരുന്നതുകൊണ്ട് ചന്ദ്രവെളിച്ചത്തിൽ റോഡ് സുഗമമായി കാണാമായിരുന്നു. പെട്ടെന്ന് റോയി നിന്നു. ധീരനും സാഹസികനുമായ ആ കുറ്റാന്വേഷകന്റെ അന്തരാത്മാവിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു.
ഡോക്ടർ റോബർട്ട് തലയ്ക്കടിയേറ്റതുപോലെ രണ്ടു കൈയും തലയിൽ ചേർത്തുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു. ആകാംക്ഷ നിറഞ്ഞതും അപ്രതീക്ഷിതവുമായ തുറഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി.